സ്പീക്കറുമായിട്ടുള്ള തർക്കമുണ്ടാവുകയും സ്പീക്കർക്കെതിരെ അപക്വമായി സ്പീക്കർ ഇടപെടുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെടുന്നതും നിലവാരമില്ലാത്തയാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിക്കുന്നതും. അതിനെ തുടർന്നാണ് പിന്നെ രൂക്ഷമായ വാക്കേറ്റം ഇരുവർക്കുമിടയിൽ ഉണ്ടാകുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു, എന്നും പ്രാർത്ഥിക്കുമ്പോൾ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലെ അഴിമതിക്കാരനും നിലവാരമില്ലാത്തവനും ആകരുതേ എന്നാണ്. MP രാഘവനെ സഭയിൽ തല്ലിയപ്പോൾ ആരായിരുന്നു പാർലമെന്ററി പാർട്ടി നേതാവ്? സഭ തല്ലിപ്പൊളിച്ചപ്പോൾ പുറത്തുനിന്ന് പിന്തുണ കൊടുത്തത് ആരാണ്? മറുപടി പറയണ്ടേ ഭരണപക്ഷം? അല്ല, ഗോപികൃഷ്ണൻ പ്രതിപക്ഷ നേതാവിൻ്റെ വക്കാലത്ത് എടുക്കുകയാണ്. ആദ്യമേ ഒരു കാര്യമൊക്കെ പറയട്ടെ. ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞല്ലോ, ഞങ്ങൾ വീണ്ടും ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുമെന്ന്. എനിക്ക് വളരെ വിനയപൂർവ്വം സണ്ണി ജോസഫിനോട് പറയാനുള്ളത്, കേൾക്കുന്ന ഗോപികൃഷ്ണനോടും, നാളെ നിങ്ങൾ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുപോവാ. ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറായ ഗവൺമെൻറ്റിന് നാളെ ചർച്ച പറ്റത്തില്ല എന്ന് പറയാനൊക്കത്തില്ലല്ലോ. നിങ്ങൾ കൊണ്ടുവരണം. ഇത് സഭ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യണം. ആ നിലപാട് ഗവൺമെൻറ് ഉണ്ടായത് കൊണ്ടാണല്ലോ ഈ സമൂഹത്തിൽ നുണപ്രചരണങ്ങൾ നടത്തി അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ സഭയിൽ ചർച്ച ചെയ്യണം എന്ന നിലപാട് ഞങ്ങൾക്കുണ്ടായത് കൊണ്ട് തന്നെയാണല്ലോ ഇന്ന് അനുവദിച്ചത്. പിന്നെ അദ്ദേഹം വിശദീകരിച്ചത്, ഞാൻ ചോദിച്ച സഭാ നടപടികൾ സ്പീക്കറെ ചേംബറിലേക്ക് കയറി മുഖം മുഴുവൻ മറച്ച് ഈ തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ എത്ര തവണ നമ്മൾ സഭ നിർത്തിവെച്ചിട്ടുണ്ട്? ഇന്ന് രണ്ടാം ഘട്ടത്തിൽ ഞാൻ ചോദിക്കുകയാണ്, രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ ആദ്യം ഈ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, എന്നിട്ട് അത് ഒന്ന് ശാന്തമായതിനു ശേഷമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാദപ്രതിവാദം എല്ലാം കഴിഞ്ഞ് ഒന്ന് ശാന്തമായതിനു ശേഷമാണ് ചിത്തരഞ്ജനെ കോളിംഗ് അറ്റൻഷന് ക്ഷണിക്കുന്നത് തന്നെ. അത് കോളിംഗ് അറ്റൻഷൻ നടത്തി മറുപടിയും പറഞ്ഞു. അതിനുശേഷമാണ് ഓടി വന്ന് ചേംബറിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്. അവിടെ എന്ത് സംഘർഷമാണ് ഉണ്ടായത്? അപ്പോൾ വളരെ ബോധപൂർവം ഇത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിലപാടുണ്ടായത് കൊണ്ട് തന്നെയാണ് അതിൽ നിന്നും ഏത് തരത്തിലെങ്കിലും പിന്മാറണം. ഇപ്പോൾ അതിൻ്റെ ആ ഘട്ടത്തിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എഴുന്നേറ്റിട്ട് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അതിനോട് യോജിച്ചല്ലോ, ഇത് നമ്മുടെ സഭയ്ക്കുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും അതിനോട് യോജിക്കുന്നു, ഈ തരത്തിൽ പോകേണ്ടതല്ല. പിന്നെ അവിടെ ഉപയോഗിച്ചത് പാർലമെന്ററി കാര്യ മന്ത്രി തന്നെ ഉപയോഗിച്ചത് പക്വമതി അല്ലാത്ത എന്ന തരത്തിൽ എന്ന വാക്കേ പറഞ്ഞുള്ളൂ. പക്വമായ തരത്തിൽ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് അവരോട് ചോദിക്കുന്നത് എന്തിനാണ്? ഞാനല്ലേ പ്രതിപക്ഷ നേതാവ്? ഇത് ഞാൻ ചോദിക്കുന്നത്, രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ടല്ലോ, സണ്ണി ജോസഫ് ആ സഭയിലും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇദ്ദേഹം എപ്പോഴും എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക. മുൻകാലം ഇപ്പോൾ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി, ഞാൻ അന്നേരമാണ് സഭയിലേക്ക് എത്തുന്നത്, അതിനു മുമ്പുള്ള നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ ഉമ്മൻചാണ്ടി സാർ എഴുന്നേൽക്കുന്നു, സൈലന്റ് ആയിരിക്കും ആ സഭ. ഇത് എഴുന്നേറ്റാൽ ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞു, സാധാരണ അതായത് താങ്കൾ പറഞ്ഞത് ഈ സഭയ്ക്കകത്ത് പ്രശ്നങ്ങളൊക്കെ ശാന്തമായ ശേഷവും ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണല്ലോ. അങ്ങനെയാണ് താങ്കൾ സ്പീക്കറിന്റെ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച മാത്യു കുളനാടനും പിന്നീട് വാച്ച് ആൻഡ് വാർഡ് വന്ന് ഇവരെ തടയാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവരെല്ലാം കൂട്ടമായി എത്തുന്നതും ഭരണകക്ഷി അംഗങ്ങൾ തടിച്ചുകൂടിയതും ഒക്കെ സംഭവിച്ചത്. പക്ഷേ അവിടെ ഈ നിലവാരക്കുറവിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ടായി. ആ തർക്കത്തിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് VD സതീശനെ, സഭയിലെ പ്രതിപക്ഷ നേതാവിനെ, നിലവാരമില്ലാത്തയാൾ എന്ന് വിശേഷിപ്പിച്ചത്. അവിടെയാണ് തിരിച്ചൊരു ചോദ്യം വരുന്നത്. അങ്ങനെ നിലവാരമില്ലാത്തയാളാണെങ്കിൽ MP രാഘവനെ സഭയിൽ തല്ലിയപ്പോൾ ആരായിരുന്നു പാർലമെന്ററി പാർട്ടി നേതാവെന്ന്, സഭ തല്ലി പൊളിച്ചപ്പോൾ പുറത്തുനിന്ന് പിന്തുണ കൊടുത്തത് ആരാണെന്ന്. അപ്പോൾ ആ ചോദ്യവും ഭരണപക്ഷത്തിന് മുന്നിലുണ്ടല്ലോ. പിന്നെ സഭ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ സഭ കഴിഞ്ഞ് പുറത്ത് വന്ന് പ്രശ്നങ്ങൾ അവസാനിച്ച ശേഷം ഇപ്പോഴിതാ മുഹമ്മദ് റിയാസ് പറയുന്നു,
കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന്. വല്ല സെമിനാറിലേക്കും മാത്രം അദ്ദേഹത്തിന് പോകാം, അല്ലാതെ അദ്ദേഹത്തിന് ഒരു കാര്യത്തിലും ഇടപെടാനുള്ള ശുഷ്കാന്തിയില്ലെന്ന്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ എവിടെ കൊണ്ടുപോകാനാണ് ഭരണപക്ഷം സർക്കാരും ഉദ്ദേശിക്കുന്നത്? ഗോപീഷ്ണ, ഭീരുവായി എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതിരിക്കാൻ, കാരണം അവരൊരിക്കലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ ആ ആംഗിളിൽ ചിന്തിക്കാത്ത എന്താ? ആ ആംഗിളിൽ വർത്താനം പറയാത്ത എന്താ? നിങ്ങൾ തിരിച്ച് പഴയ എം പി രാഘവനിലേക്കും മറ്റും പോകുന്ന എന്തിനാ? അത് അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഈ സഭയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോ ലൈവായി സംഭവിച്ചത് അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം. അവിടെ ഒരു ചെറിയ പ്രശ്നം, അവിടെ മുഖ്യമന്ത്രി തന്നെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെതിരെ സംസാരിച്ചിട്ടുള്ളത്. സ്പീക്കർക്കെതിരെ നിലവാരമില്ലാത്ത വാക്കുകൾ പ്രതിപക്ഷ നേതാവ് പ്രയോഗിച്ചു. നേരത്തെ പല ഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എല്ലാ പരിധിയും ലംഘിച്ച് കടുത്ത വാക്കുകൾ സ്പീക്കർക്കെതിരെ പ്രയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെ കുറിച്ച് പറയേണ്ടി വന്നു എന്ന് മുൻപ് ഉപയോഗിച്ച വാക്കുകളെയും ഇടപെടലിനെയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ സഭയിൽ ഇന്ന് സംസാരിച്ചത്. ഉണ്ടെങ്കിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നിട്ട് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ സ്പീക്കറുടെ നിങ്ങൾ എന്താണ്, നിങ്ങൾ ആ പ്രതിപക്ഷ സ്പീക്കർ ചോദിക്കുന്നത് ആരോടാണ്? നിങ്ങൾ ഇപ്പോൾ കാണിച്ചല്ലോ, പക്ഷെ ഫുള്ള് കാണിച്ചില്ലത്. നിങ്ങൾ അത് ഫുള്ള് കാണിച്ചില്ല, അത് ബോധപൂർവമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോടല്ല ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് വിളിച്ചിട്ടും പോകാതെ, അദ്ദേഹം തിരിച്ച് വിളിച്ചിട്ടും പോകാതെ, സെക്കൻഡുകളൊന്നും അല്ല സണ്ണി ജോസഫ്, വളരെ കൃത്യമായി അദ്ദേഹം വീണ്ടും മൈക്ക് ചോദിക്കുന്നു. അന്നേരവും പറയുന്നത് ഇവർ പോയതിന് ശേഷമേ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. എന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയാണ് ഈ കമന്റ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ചില ദൃശ്യങ്ങളെ കുറിച്ചാണല്ലോ ആ പരാതി ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവിനായിരുന്നു. ഏത് ദൃശ്യങ്ങളെ കുറിച്ചാണെന്ന് അറിയാമോ? അദ്ദേഹം നടത്തിയ പ്രസംഗം കട്ട് ചെയ്തതിന്, അദ്ദേഹം അവരുടെ ഭാഗത്തുണ്ടായ പ്രതിഷേധ സഭാ ടി വി കാണിക്കാത്തതിന്. ഇതാ ഞാൻ അത് കേൾപ്പിച്ചു തരാം, താങ്കൾ അതൊന്ന് കേൾക്കൂ. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം. ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ്, അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടി വിയിൽ നിന്ന് നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടി വിയിൽ നിൽക്കുന്നത്. എന്തിനാ പിന്നെ ഈ സഭാ ടി വി? എന്തിനാണ് സാർ പിന്നെ ഈ സഭാ ടി വി? അതാ ഞാൻ ചോദിച്ച, നിങ്ങൾ പഴയത് കാണിക്കുന്നില്ല, എന്നാ പിന്നെ പുതിയത് കാണിക്കാത്ത എന്താ? നിങ്ങൾ ഈ പഴയതിലേക്ക് പോയല്ലോ. അത് വളരെ കൃത്യമായി അത് എടുത്ത് അതോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എടുത്ത് വരണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായി കൃത്യമായി തന്നെ കട്ട് ചെയ്ത് എടുത്തു വെച്ചതാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഭരണപക്ഷം പറയുന്നുണ്ടല്ലോ ഈ നിലവാരമില്ലാത്ത ആളാണെന്നും ഭീരുവാണെന്നും ഒളിച്ചോടിയെന്നും ഒക്കെ ഓരോരോ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അജണ്ട ആർക്കാണെന്നൊക്കെ ഇപ്പൊ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അജണ്ട ആർക്കാണെന്നും PR ഏജൻസി ഏതാണെന്നും ഹിന്ദുവിലെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത ഭാഗങ്ങൾ എങ്ങനെയാണ് വന്നതെന്നും ADGPക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നത് ആരുടെ സമ്മർദ്ദം മൂലമാണെന്നും ഒക്കെ ശ്രീ എം നൗഷാദ് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും എടുത്ത് ഇവിടെ പറ്റണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ അജണ്ട ആർക്കാണ് കേരളത്തിലുള്ളതെന്നൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീ എം നൗഷാദ്. അപ്പോ അതൊന്നും പറയണ്ട. പിന്നെ നേരത്തെ എടുത്തു വെച്ച് കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്ന ശൈലിയും രീതിയും ഒക്കെ ഇപ്പൊ ആർക്കാണ് ഇവിടെ ഉള്ളതെന്ന് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗം അവിടെ കിടക്കട്ടെ. നമ്മൾ സംസാരിക്കുന്നത് സഭയ്ക്കകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. സഭയ്ക്ക് അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. സഭയ്ക്കകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ സഭാ ടി വി കാണിക്കാതെ പോയതിനെ കുറിച്ചാണ്. എന്നിട്ട് ലോക്സഭയിലോ എന്നിട്ട് പാർലമെന്റിൽ നടന്ന കാര്യങ്ങളിൽ ഇവിടെ വലിയ പ്രതിഷേധം. എന്നിട്ട് അവിടെ പിന്നെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടം, ഇവിടെ ഏകപക്ഷീയമായ തീരുമാനമെടുക്കൽ, അതിനെ കുറിച്ചാണ് ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞത്. വർത്താനത്തെടുക്കാതെ എന്നാ പിന്നെ സണ്ണി ജോസഫിനെ വിളിക്കണ്ടായിരുന്നല്ലോ ഗോപീഷ്ണ. സണ്ണി ജോസഫിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ഗോപീഷ്ണ മതിയായിരുന്നല്ലോ. ചോദ്യങ്ങളോട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത് ശ്രീ എം നൗഷാദ്?
അല്ലല്ല നിങ്ങള് അത് സഭയിൽ കാണിച്ചാൽ പോരെ, ചർച്ചയിൽ കാണിക്കണം. ഞാനിപ്പോ പറഞ്ഞത് അല്ല, ചർച്ചയിൽ നിങ്ങൾ ഈ തരത്തിലേക്ക് ചർച്ചയെ മാറ്റിക്കൊണ്ട് പോയാൽ ഞാൻ അവിടെ ഇന്ന് നേരിട്ട് കണ്ടതാണ്. നിങ്ങൾ ഈ പറയപ്പെടുന്ന സംഭവങ്ങളിലൊന്നും ഞാൻ നേരിട്ട് കണ്ടേയില്ല. ഞാൻ നേരിട്ട് കണ്ടത് എനിക്ക് പറയണ്ടേ? നേരിട്ട് കണ്ട കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തത് കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ നിങ്ങൾ പഴയത് ഇതുപോലെ കൃത്യമായി എടുത്തു വെച്ചെങ്കിൽ ഇന്നത്തതും കൂടെ ഒന്ന് എടുത്തു വെക്കണ്ടായിരുന്നോ? അല്ല, ഇന്നത്തെ ഏത് ഭാഗമാണ് മറ്റത് കാണിച്ചോളൂ. ഇന്നത്തെ ഏത് ഭാഗമാണ് ഞാൻ പറഞ്ഞത്? എം നൗഷാദ് താങ്കൾക്ക് കാണേണ്ടത് സ്പീക്കർ ആരാണ് ലീഡർ എന്ന് ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ആരാന്ന് ചോദിക്കുന്നത് ആരോടാണ്? അത് നിങ്ങൾ കാണിക്കേ. അല്ല, അത് സഭാ ടി വി കാണിക്കണം. അല്ല, ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. സഭാ ടി വി കാണിച്ച ഭാഗം ഞാൻ താങ്കൾ കാണിച്ചിട്ടുണ്ട്. അല്ല, സഭാ ടി വി കാണിച്ച ഭാഗങ്ങളല്ലേ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ, അല്ല ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അല്ല നിങ്ങൾ ഇപ്പൊ കാണിച്ചല്ലോ അതിലെ ഏതാ ആ ഭാഗമാണല്ലോ. അത് താങ്കൾ ഇപ്പോഴായിരിക്കും ചാനൽ കാണുന്നത്. അതൊക്കെ നേരത്തെ മുഴുവൻ ഭാഗങ്ങളും കാണിച്ചതാണ്. നേരത്തെ മുഴുവൻ ഭാഗങ്ങളും കാണിച്ചതാണ്. ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു, സഭയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈ സഭയിൽ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ നിലവാരമില്ലാത്തയാൾ എന്ന് വിശേഷിപ്പിച്ചതല്ലേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളുടെ തുടക്കം? എന്തായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്തിനാണ് പിന്നീട് സഭയിലെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് മുഹമ്മദ് റിയാസ് കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്? ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്? അല്ല, എന്നാല് ഗോപീഷ്ണ ഒന്ന് കേട്ടോ. ഞാൻ ചെയറിലിരുന്നൊരു ദിവസമുണ്ട്. ഞാൻ ചെയറിലിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോ സ്പീക്കറായിട്ടുള്ള ഷംസീർ അത് താഴെ MLA ആയിട്ടിരിക്കുകയാണ്. ഞാൻ ചെയറിലിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വാക്കേറ്റം ഉണ്ടാകുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെ നോക്കി സംസാരിക്കും. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ചെയറിനെ നോക്കി സംസാരിക്കും. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കാണിച്ചതേ, ഞാൻ പറഞ്ഞ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് കൊച്ചുകുട്ടികൾ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ കോക്കറി കാണിക്കുമല്ലോ എന്നതുപോലെ, ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കാം. ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരമുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണോ? അപ്പം ഞാൻ പറഞ്ഞ് ഈ ചെയറിനെ നോക്കി സംസാരിക്കാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പരിചയക്കുറവ് കൊണ്ടാണ്, ഞങ്ങൾ ഒത്തിരി സീനിയറാണ്, ഈ തരത്തിൽ അന്ന് ചെയറിലിരിക്കുന്ന ആരാണോ, ജൂനിയർ ആണോ സീനിയർ ആണോ ആരായാലും ചെയർ ഈസ് ചെയർ അല്ലേ, അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. ചെയറിനെ നോക്കി സംസാരിക്കൂ എന്ന് എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സഭയിലെ കീഴ്വഴക്കവും അങ്ങനെയാണ്, രീതിയും അങ്ങനെയാണ്. അങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ എന്നോട് തന്നെ കയ്യിലിരുന്നൊരു പേപ്പർ എടുത്ത് വെച്ച് മുഖം മറച്ചു വെച്ചിട്ട് ഞാൻ ഇനി ഇങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അത് എന്ത് നിലവാരമാണെന്ന് എനിക്ക് ശരി അതിന്